നോർത്ത് ഇന്ത്യയിൽ തേങ്ങ അരച്ചുള്ള കറി ഇമ്പോസിബിൾ. അതുകൊണ്ട് തേങ്ങ അരച്ചുള്ള കറി കഴിക്കണമെങ്കിൽ വീട്ടിൽ തന്നെ വരണം. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ തേങ്ങ അരച്ച കറി കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഒരു ട്രിക്കാട്ടോ. പാരമ്പര്യമായിട്ട് കൈമാറി വന്ന കേട്ടോ. ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആ ടേസ്റ്റ് ഇപ്പോഴും വായിക്കത്ത് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഓടിപ്പോയി ഒരു മുളകും കുറച്ച് ഉപ്പും കൂടി എടുത്ത് വന്നിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി ഉപ്പൊന്ന് മുന്നോട്ട് നിൽക്കുന്ന കേട്ടോ നല്ല ടേസ്റ്റ്. എന്നിട്ട് ഒരു പച്ചമുളക് നന്നായിട്ട് തന്നെ തുടച്ചു കൊടുക്കാം. ചെമ്മീൻ കറിയായിരുന്നു, ചെമ്മീനൊക്കെ കൂടെ ഉടഞ്ഞിട്ടുണ്ട്. മിക്കതും ന്യൂ ജനറേഷൻ അറിയത്തില്ലായിരിക്കും, എന്നാൽ പിന്നെ ചിലർക്കൊക്കെ ഇപ്പോഴും ഇഷ്ടമായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ തൊട്ട് കൂട്ടാൻ തന്നെ എന്തൊക്കെയോ ഒരു നൊസ്റ്റാൾജിയ പോകുന്നുണ്ടായിരുന്നു ഓർമ്മയിലൂടെ. കാരണം ഈ ഇത്തരത്തിലുള്ള ഫുഡിൽ നിന്നൊക്കെ വിട്ടാണല്ലോ നമ്മൾ നിൽക്കുന്നത്. എപ്പോഴൊക്കെ വീട്ടിൽ പോകുമ്പോഴാണല്ലോ ഈ ടേസ്റ്റൊക്കെ വായി വരുന്നത്. അപ്പോൾ ഇതാ എപ്പോഴൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്ന സമയത്തുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ ഒരു നൊസ്റ്റാൾജിയ ഇങ്ങനെ മനസ്സിലിങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇന്ന് ആരെങ്കിലും വീട്ടിൽ ഇതുപോലെ തേങ്ങ അരച്ചുള്ള മീൻകറി ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കേ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് തന്നെ. കുറച്ച് കാര്യങ്ങളൊക്കെ കാരണം ബിസി ആയിപ്പോയി.